ജനാധിപത്യത്തിൻ്റെ കാവൽക്കാരെന്ന് സ്വയം പറയുന്ന അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ വലുപ്പത്തിരിക്കുന്നവരുടെ യഥാർത്ഥ മുഖവും അവരുടെ ആഡംബര ഭ്രമവും ഒരിക്കൽ കൂടി ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടപ്പെടുകയാണ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റായിട്ട് അധികാരമേറ്റതിന് ശേഷം തൻ്റെ ജീവിതശൈലി പൂർണ്ണമായും രൂപാന്തരപ്പെട്ടു എന്ന് JD വാൻസ് തന്നെ പരസ്യമായിട്ട് സമ്മതിക്കുമ്പോൾ അത് വെറുമൊരു വ്യക്തിഗത വെളിപ്പെടുത്തലല്ല, മറിച്ച് അമേരിക്കയിലെ അധികാര ഇടനാഴികളിലെ വരേണ്യതയുടെ പ്രഖ്യാപനമാണ്. ഈ ആഴ്ച പ്രമുഖ പോഡ്കാസ്റ്റർ മൈക്ക് റോബിന് നൽകിയ അഭിമുഖത്തിൽ താൻ സ്വന്തം ഔദ്യോഗിക വിമാനത്തിലാണ് യാത്ര ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ സാധാരണക്കാരെ പോലെ പലചരക്ക് കടകളിൽ നിന്ന് യാതൊന്നും മേടിക്കാറില്ല, അവിടെ ഒന്നും പോകാറില്ലെന്നും തനിക്കായിട്ട് ഭക്ഷണം പാകം ചെയ്യാൻ മാത്രം പ്രത്യേകമായിട്ട് ആളുകളുടെ ഒരു സൈന്യം തന്നെ ഉണ്ടെന്നും വാൻസ് വാചാലനായി പറയുന്നു. നവംബറിൽ വരാനിരിക്കുന്ന അതിനിർണായകമായിട്ടുള്ള ഒരു അമേരിക്കൻ ഇടനാട്ട് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് രാജ്യത്ത് കുതിച്ചുയർന്ന ജീവിത ചെലവിനെക്കുറിച്ചും പണപ്പെരുപ്പത്തെക്കുറിച്ചിട്ടും ജനങ്ങൾ തെരുവിൽ സമരം ചെയ്യുമ്പോഴാണ് വൈസ് പ്രസിഡന്റിൻ്റെ ഈ ഒരു ആഡംബര വിവരം പുറത്തു വരുന്നത്. അതൊരു വിരോധാഭാസമായിട്ടുള്ള കാര്യമാണ്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഒരു നേരത്തെ ഭക്ഷണത്തിനായിട്ട് പാടുപെടുമ്പോൾ നികുതി പണം കൊണ്ട് കൊഴുക്കുന്ന വിദേശ സന്ദർശനങ്ങളും കൊട്ടാര സദൃശ്യമായിട്ടുള്ള ജീവിതവും നയിക്കുന്ന ഭരണാധികാരികൾക്ക് എങ്ങനെയാണ് ജനങ്ങളുടെ പട്ടിണി മനസ്സിലാകുക എന്ന ചോദ്യമാണിപ്പോൾ ആഗോളതലത്തിൽ തന്നെ ഉയരുന്നത്. അമേരിക്കയിലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളുടെ വോട്ടും വാങ്ങി അധികാരത്തിലേറിയ 41കാരനായ ഈ റിപ്പബ്ലിക്കൻ നേതാവ് ഇന്ന് ശതകോടീശ്വരന്മാരുടെ ഉറ്റ തോഴനായിട്ട് മാറിയിരിക്കുന്നു. ഫ്ലോറിഡയിലെ മാർ എ ലഗോയിലേക്കുള്ള യാത്രാമധ്യേ ലോക കോടീശ്വരൻ എലോൺ മസ്കിനൊപ്പം ഔദ്യോഗിക വാഹന വ്യൂഹത്തിൽ പങ്കെടുത്ത അനുഭവം വാൻസ് അഭിമുഖത്തിൽ ഓർത്തെടുത്തു. തൻ്റെ ആഡംബര മോട്ടോർ ജാഥ കടന്നു പോകാൻ വേണ്ടിയിട്ട് പൊതുജനങ്ങളുടെ ഗതാഗതം പൂർണ്ണമായിട്ടും തടസ്സപ്പെടുത്തിയതിനെ പണം കൊണ്ടുവാങ്ങാൻ കഴിയാത്ത കാര്യമെന്നാണ് വാൻസ് വിശേഷിപ്പിച്ചത്. ലോകത്തിലെ തന്നെ സകല ആഡംബരങ്ങളും സ്വന്തമാക്കാൻ കഴിയുന്ന എലോൺ മസ്ക് പോലും ഈ അധികാര ഗർവ് കണ്ട് അത്ഭുതപ്പെട്ടു പോയി എന്നുള്ളതാണ് എന്ന് വാൻസ് തന്നെ അഭിമാനത്തോടെ പറയുമ്പോൾ തകരുന്നത് അമേരിക്കൻ ജനാധിപത്യത്തിൻ്റെ ഒരു അന്തസ്സാണ്. സാധാരണക്കാരായിട്ടുള്ള അമേരിക്കക്കാർ മണിക്കൂറുകളോളം ട്രാഫിക്കിൽ കിടന്ന് ശ്വാസം മുട്ടുമ്പോൾ ഭരണാധികാരികൾക്ക് കോടീശ്വരന്മാർക്കൊപ്പം സല്ലപിക്കാൻ പാതകൾ ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരുന്ന ഈ ദയനീയ അവസ്ഥ എന്ന് പറയുന്നത് അമേരിക്കയിലെ മുതലാളിത്ത ഭരണകൂടത്തിൻ്റെ ജീർണതയെയാണ് കാണിക്കുന്നത്. കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി മാത്രം ജനങ്ങളെ അടിച്ചമർത്തുന്ന അമേരിക്കൻ നയങ്ങളുടെ തുടർച്ചയാണത്. വാൻസിൻ്റെ ഈ വിവാദ പരാമർശങ്ങൾ വാസ്തവത്തിൽ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വൻ കൊടുങ്കാറ്റാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ജനങ്ങളുടെ യഥാർത്ഥ ജീവിതവുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ലാതെ അധികാരത്തിൻ്റെ ലഹരി തലയ്ക്ക് പിടിച്ച ആളാണ് വാൻസ് എന്ന് പ്രതിപക്ഷം കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നുണ്ട്. തീരദേശം മുതൽ തീരം വരെയുള്ള കഠിനാധ്വാനികളായിട്ടുള്ള അമേരിക്കക്കാർ അവരുടെ കുടുംബങ്ങളെ പോറ്റാൻ ഭക്ഷണം മേശപ്പുറത്ത് വയ്ക്കാൻ പാടുപെടുകയാണ് എന്ന് ഹോയോയിൽ നിന്നുള്ള പ്രതിനിധി മാൻസി ക്യാപ്റ്റൂൺ തുറന്നടിച്ച് പറയുകയും ചെയ്തു. ഷോപ്പിംഗ് നടത്തുകയോ പാചകം ചെയ്യുകയോ ചെയ്യേണ്ടതില്ലയോ? വാൻസിന് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളുടെ വേദന അറിയില്ലെന്ന് ഡെമോക്രാറ്റുകൾ സോഷ്യൽ മീഡിയയിൽ പത്രവാർത്തകൾ സഹിതം പ്രചരിപ്പിക്കുന്നു. എന്നാൽ ഈ കടുത്ത ജനരോഷത്തിനിടയിലും വാൻസ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് തൻ്റെ പുതിയ ഓർമ്മക്കുറിപ്പായിട്ടുള്ള കമ്മ്യൂണിയൻ ഫൈൻഡിങ് മൈ വേ ബാക്ക് ടു ഹെൽത്ത് എന്ന ഒരു പുസ്തകത്തിൻ്റെ പ്രചാരത്തിലാണ്. താനൊരു സാധാരണ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ആളാണെന്ന് വരുത്തി തീർക്കാൻ പുസ്തകത്തിലൂടെ വാൻസ് ശ്രമിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ആഡംബര ജീവിതം എന്ന് പറയുന്നത് ആ കപടതയെ പൂർണ്ണമായിട്ടും തുറന്നു കാട്ടുന്നു എന്നുള്ളതാണ്. തൻ്റെ ഭാര്യ ഉഷ വാൻസാണ് പുസ്തകത്തിൻ്റെ ക്രൂരയായിട്ടുള്ള എഡിറ്റർ എന്ന് വാൻസ് പറയുമ്പോൾ അതായത് സ്വന്തം ജീവിതത്തിലെ ജനവിരുദ്ധത എഡിറ്റ് ചെയ്യാൻ വാൻസിന് കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ലോകമെമ്പാടും യുദ്ധങ്ങളും അതേപോലെ തന്നെ ഉപരോധങ്ങളും അടിച്ചേൽപ്പിച്ച് മറ്റ് രാജ്യങ്ങളുടെ സാമ്പത്തിക അടിത്തറ തകർക്കാൻ ശ്രമിക്കുന്ന അമേരിക്ക ശരിക്കും പറഞ്ഞാൽ സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ ദുരന്തം കാണാതെ പോവുകയാണ്. മാത്രമല്ല മിഡിൽ ഈസ്റ്റിൽ ഇറാനുമായിട്ടുള്ള യുദ്ധഭീതിയും അതേപോലെ തന്നെ യുക്രൈനിലേക്ക് കോടിക്കണക്കിന് ഡോളറിൻ്റെ ആയുധങ്ങൾ ഒഴുക്കുന്നതുമെല്ലാം സാധാരണക്കാരായിട്ടുള്ള അമേരിക്കൻ നികുതിദായകരുടെ ചെലവിലാണ് എന്നുള്ളതാണ്. മാത്രമല്ല യുദ്ധവിമാനങ്ങൾക്കായിട്ട് പണം ഒഴുക്കുമ്പോൾ സ്വന്തം രാജ്യത്തെ
പണപ്പെരുപ്പവും അതേപോലെ തന്നെ തൊഴിലില്ലായ്മയും നിയന്ത്രിക്കാൻ വൈറ്റ് ഹൗസിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ കൃത്യമായിട്ടുള്ള തെളിവാണ് വൈസ് പ്രസിഡന്റിൻ്റെ ഈ ഒരു ആഡംബര വെളിപ്പെടുത്തൽ എന്നുള്ളത്. നമ്മൾ ആലോചിക്കണം, വിമാനങ്ങൾ സ്വന്തമായിട്ട് പറത്തുകയും ഒരു സൈന്യത്തെ പോലെ ആളുകൾ ചുറ്റും നിൽക്കുകയും ചെയ്യുന്ന വാൻസിനെ പോലെയുള്ള നേതാക്കൾക്ക് അതിർത്തിയിലെ ആയുധ മത്സരങ്ങളും ആക്രമണ മിസൈൽ സംവിധാനങ്ങളും വിന്യസിക്കുന്നത് ഒരു വിനോദം മാത്രമാണ് എന്നുള്ളതാണ്. കാരണം യുദ്ധത്തിൻ്റെ ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി ദരിദ്രരായിട്ടുള്ള സാധാരണ ജനങ്ങളാണ്. താനൊരു അർഹതയുള്ള വ്യക്തിയായി മാറാൻ തുടങ്ങുന്ന തരത്തിലുള്ള ഒന്നായിട്ട് മാറിയേക്കാം ഈ ജീവിതമെന്ന് വാൻസ് ഭയപ്പെട്ട് പറയുമ്പോഴും അദ്ദേഹം ഇതിനകം തന്നെ ആ വലയത്തിൽ അകപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. തൻ്റെ മുത്തശ്ശി പഠിപ്പിച്ച ഗുണങ്ങൾ താൻ മറക്കില്ലെന്ന് അവകാശപ്പെടുമ്പോഴും പ്രവൃത്തിയിൽ കോർപ്പറേറ്റുകളുടെയും കോടീശ്വരന്മാരുടെയും സംരക്ഷകനായിട്ട് വാൻസ് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. വികസന മോഹങ്ങളും അതേപോലെ തന്നെ ആഡംബരപൂർണമായിട്ടുള്ള ജീവിത രീതിയും കാരണം അമേരിക്കൻ സമൂഹം വലിയൊരു ആഭ്യന്തര തകർച്ചയിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് തന്നെ. വാസ്തവത്തിൽ സ്വന്തം പതനത്തിൻ്റെ മരണപത്രം അവർ തന്നെ എഴുതി ചേർക്കുകയാണ്. സാമ്രാജ്യത്വ ശക്തികൾ ആയുധങ്ങൾ കൊണ്ടും പണങ്ങൾ കൊണ്ടും അതായത് ലോകത്തെ വിഭജിക്കാൻ ശ്രമിക്കുമ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതിരോധം ശക്തമാക്കുക തന്നെ ചെയ്യും. അധികാരത്തിൻ്റെ ഉത്തുംഗതയിൽ ഇരുന്നു കൊണ്ട് സാധാരണക്കാരെ പരിഹസിക്കുന്ന ഇത്തരം പ്രസ്താവനകൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വാൻസിനും അതേപോലെ തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിക്കും വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. കാരണം ചരിത്രം എപ്പോഴും അധികാരത്തിൻ്റെ തണലിൽ ജീവിക്കുന്ന വിജയികളുടേതല്ല, മറിച്ച് അതിജീവനത്തിനായി പോരാടുന്ന സാധാരണ ജനങ്ങളുടെ